എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് 9ാമത്തെ അധ്യായം എന്താണെന്നുള്ളത് നോക്കാം. ഈ ഒരു അധ്യായത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: ട്രൈ യൂസിങ് എ ലൗഡ് വോയിസ്. അതായത് ഉറക്കെ സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ ഉച്ചത്തിൽ സംസാരിക്കാനായിട്ട് ഇടയ്ക്കെങ്കിലും ഒന്ന് ശ്രമിക്കുക. ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു സെൻ ബുദ്ധിസ്റ്റ് സന്യാസിയുടെ ജീവിതത്തിൽ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ രാവിലെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അവർ ധാരാളം സമയം ചെലവഴിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഉച്ചത്തിൽ മന്ത്രോച്ചാരണങ്ങൾ നടത്തുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അവരുടെ അമ്പലത്തിൽ, അവരുടെ ആരാധനാലയത്തിൽ രാവിലെ കുറേ സമയം ഇതിനു വേണ്ടി ചെലവഴിക്കാറുണ്ട്, രാവിലെയും വൈകുന്നേരവും. അപ്പം നമുക്ക് ഒരു പക്ഷേ അതേ രീതിയിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഉച്ചത്തിൽ എപ്പോഴെങ്കിലും ഒരു ദിവസം ഒരു വട്ടമെങ്കിലും സന്തോഷത്തോടു കൂടി ഉച്ചത്തിൽ സംസാരിക്കുക എന്നുള്ളതാണ്. സന്തോഷത്തോടു കൂടി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളും ഒരു പക്ഷേ ഉച്ചത്തിൽ എപ്പോഴെങ്കിലും സംസാരിക്കുന്നുണ്ടാവും. എപ്പോഴാണ്? നമുക്ക് ആരോടെങ്കിലും ദേഷ്യം തോന്നുമ്പോൾ. ആ സമയത്ത് നമ്മൾ അറിയാതെ നമ്മുടെ ശബ്ദം ഉയരാറുണ്ട്. ആ ഒരു അവസ്ഥയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. സന്തോഷത്തോടു കൂടി, ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ എവിടെയെങ്കിലും നടന്നു പോകുന്നു, ഇപ്പോൾ ദൂരെ നമുക്ക് പരിചയമുള്ള ഒരാളെ കാണുന്നു. അപ്പോൾ ഒന്ന് അവരോടൊന്ന് വിശേഷം അന്വേഷിക്കുക, എന്തൊക്കെയുണ്ട്, അല്ലെങ്കിൽ അവരുടെ പേര് വിളിക്കുക ഉച്ചത്തിൽ. അത് നമുക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. ഇത് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബ്രെയിനിലെ പല സെൽസിനെയും ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നു, ഉത്തേജിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇനി അത് ചെയ്യുമ്പോൾ ഇവിടെ അറിയാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്. അത് വേറൊന്നുമല്ല. ഒന്ന്, നമ്മുടെ പോസ്ചർ കറക്റ്റ് ആയിരിക്കണം, സ്ട്രെയിറ്റ് ആയിട്ടുള്ള, നമ്മുടെ നട്ടല് നിവർന്നിരിക്കുന്ന ഒരു പൊസിഷനിലായിരിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിൽ നിന്നും ആ ഒരു ശക്തി നമുക്ക് പുറത്തേക്ക് വരുന്നതായിട്ട് തോന്നണം. അതായത് നമ്മുടെ എന്താ പറയുന്നത്, ശരിക്കും ശബ്ദം ഉണ്ടാകുന്നത് നമ്മുടെ തൊണ്ടയിൽ നിന്നും ആണെങ്കിൽ അവിടെ നിന്നും അല്ല ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാറ്റ് വരേണ്ടത്, ആ ഒരു ശക്തി വരേണ്ടത് നമ്മുടെ ഉള്ളിൽ, അതായത് നമ്മുടെ അടിവയറ്റിൽ നിന്നുമാണ് ആ ഒരു ഫോഴ്സ് വരേണ്ടത് എന്നാണ് പറയുന്നത്. ഇതൊന്ന് ശ്രമിച്ചു നോക്കുക. തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. വേറൊന്നിനും വേണ്ടിയിട്ടല്ല, ആരെയും ബോധിപ്പിക്കാനും വേണ്ടിയിട്ടൊന്നുമല്ല. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ നമുക്ക് എന്താ പറയുന്നത്, വളരെ ദൂരെ നിന്ന് കാണുകയാണ്, അയാൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സന്തോഷത്തോടു കൂടി അയാളെ വിളിക്കുമല്ലോ. അതേപോലെ തന്നെ ആ രീതിയിൽ ഒരു ദിവസം ഒരു വട്ടമെങ്കിലും ഇതൊന്ന് ശ്രമിച്ചു നോക്കുക. ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും വെറും നിസ്സാരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഈ ഒരു കാര്യത്തിൽ ഒരല്പം കൂടെ ശ്രദ്ധ ചെലുത്തി നമുക്ക് തന്നെ തീർച്ചയായിട്ടും ഗുണകരമായിട്ടുള്ള ഈ ഒരു പ്രക്രിയ നമുക്ക് ഇന്ന് മുതൽ തീർച്ചയായിട്ടും ആരംഭിക്കാം എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും അങ്ങേയറ്റം സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിവസം കൂടെ നേരുന്നു.